ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇത് ഇന്നലെ വൈകുന്നേരത്തെ, അതായത് ഞായറാഴ്ചത്തെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിപ്പോൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ കയറി തുണിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. പൊക്കത്ത് ബക്കറ്റിൽ ചീര പാകിയേക്കണതാണ് കേട്ടോ. 3 ബക്കറ്റിലും പാകിയിട്ടുണ്ട് ചീരയുടെ വിത്ത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ മുളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ അങ്ങനെ എടുത്തു. പാടത്തേക്കൊന്ന് ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും ഒറ്റൊരു പശു, അതായത് ഒറ്റൊരു പശു ചുമ്മാ നിൽക്കുന്നു ഒറ്റയ്ക്ക്. പാവം, അതിനെ മാത്രം ആരും വന്ന് കൊണ്ടുപോയില്ല. അങ്ങനെ തുണിയൊക്കെ കൊണ്ടുവന്ന് റൂമിലിട്ടു. പിന്നെ അടുക്കള പണിയിലോട്ട് കടന്നു. ചോറ് വെക്കണം, കറി വെക്കണം, പാത്രം കഴുകാനുണ്ട്, അടിച്ചു വാരാനുണ്ട്, 3 പേർക്കും കുളിക്കാനുണ്ട്. ഞങ്ങൾ 3 പേരും കുളിച്ചിട്ടില്ല. എപ്പോഴും വൈകുന്നേരമാണ് കുളിക്കണേ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ. അങ്ങനെ അരി കഴുകുന്നത് ഒരു ചടങ്ങാണ്. കാരണം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഇച്ചിരി ടൈമൊക്കെ എടുത്താണ് ഞാൻ അരിയൊക്കെ കഴുകി എടുക്കുന്നത്. ഏതരിയാണെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുക്കും. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി പണികളോട്ട് കടന്നു. അതായത് പാത്രം കഴുകുന്നതിലോട്ടൊക്കെ കടന്നായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ വിസിലടിച്ചു. പിന്നെ കുടിക്കാനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അതിനുശേഷം അപ്പോൾ ചോറിൻ്റെ പരിപാടിയും കുടിവെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കണം. നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സാമ്പാർ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു 100 രൂപക്ക്. അപ്പോൾ ബാക്കിയായിട്ടുള്ളത് ഇനി ഈ കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുമ്പളങ്ങ കൊണ്ട് തേങ്ങ അരച്ചിട്ട് നമുക്കൊരു കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ പൊട്ടിക്കണം. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്നതിലോട്ട് കിടക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിച്ചാലോ? കമോൺ. തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ തേങ്ങ വെള്ളം അങ്ങോട്ട് കുടിക്കുക. ആരെങ്കിലും കുടിക്കാറുണ്ടോ? ആർക്കൊക്കെ ഇഷ്ടമാണ് തേങ്ങ വെള്ളം? എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും ഞാൻ കുടിക്കും. അപ്പോൾ അങ്ങനെ തേങ്ങ പൊട്ടിച്ചു, പാത്രത്തിലോട്ടാക്കി തേങ്ങ വെള്ളം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് കുടിക്കും. പിന്നെ വേറെ ടിപ്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ ചൂടുകുരുവൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചൂട് സമയമല്ലേ, അപ്പോൾ ചൂടുകുരുവൊക്കെ പൊങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പിള്ളേർക്ക് ഇങ്ങനെ തേങ്ങയുടെ അതായത് തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് തേങ്ങാപ്പാലും തേക്കാം. അതുമാത്രമല്ല നമ്മുടെ തേങ്ങ വെള്ളമില്ലേ, അതും തേച്ച് കൊടുത്താൽ ചൂടുകുരുവൊക്കെ പോട്ടാ. എൻ്റെ പിള്ളേർക്കൊക്കെ മെയിനായിട്ട് ചെയ്യണതായിരുന്നു. ഇപ്പം ചൂടുകുരുവിടെ അങ്ങനെ വരാറില്ല ശല്യങ്ങൾ. പക്ഷേ നേരത്തെ കുഞ്ഞിലേക്ക് വരുമായിരുന്നു. കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ലോണം ചൂടുകുരു, മുഖത്തിൻ്റെ അവിടെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ വെള്ളവും തേങ്ങാപ്പാലൊക്കെയാണ് തേച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും പൗഡർ അങ്ങനെ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കണതാണ് നല്ലത്. വെറുതെ കിടക്കട്ടെ ഒരു ടിപ്സ്. അങ്ങനെ അപ്പോൾ തേങ്ങ പൊടിച്ച വെള്ളം കുടിച്ചല്ലോ. അങ്ങനെ നമ്മൾ വർത്തമാനം പറയുന്ന സമയം കൊണ്ട് ഞാനൊരു അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ പുളിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അലമ്പായിട്ടാണ് കിടക്കണത്. നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ടേ ഞാൻ വൃത്തിയാക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലൊക്കെ കാരണം അങ്ങനെയൊക്കെ തീർച്ചയൊക്കെ വീഴാറുണ്ട്. അതുകൊണ്ട് കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് അടുക്കള ഞാൻ നീറ്റാക്കാറുള്ളൂ. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ ചോറും കൂടി കോരി വെച്ചായിരുന്നു. അപ്പോൾ നല്ല കുത്തരിച്ചോറും മെഴുക്ക് വരട്ടിയും പിന്നെ നമ്മുടെ പുളിശ്ശേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. താളിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ പുളിശ്ശേരിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ അതൊന്ന് പറഞ്ഞു തരാഞ്ഞത്. കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കയറി കാണുക. അതാ കുടിവെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടി അവിടെ അവസാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അറിയാവുന്ന കാര്യങ്ങളാകെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാനാണ് അറിയുള്ളൂ. ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യാനും അറിയില്ല. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ നല്ല ക്ഷമയോടെയും സാവധാനത്തിൽ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ് കുക്കിങ്ങൊക്കെ. അപ്പോൾ പിന്നെ ഒരു 7 മണിക്ക് മുന്നേ ഒരു 6:30 ആ ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും തീർത്തിട്ടുണ്ടാവും. കാരണം എനിക്ക് ആ സമയമാകുമ്പോഴത്തേക്കെല്ലാം സെറ്റായിരിക്കണം. ചോറും കറികളൊക്കെ എന്താണോ, ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും ചോറും കറികളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടാവും ആ സമയത്തിനുള്ളിൽ. അതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. TV കണ്ടുകൊണ്ടിരിക്കണ പരിപാടിയൊന്നുമില്ല. ഈ ഫോണിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ പിള്ളേരോടൊപ്പം ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഹോബീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഡബ് ചെയ്യാനുണ്ടാവും സന്ധ്യയാകുമ്പോൾ. അപ്പം ഡബ് ചെയ്യാനും കൂടി അങ്ങോട്ട് ഇരിക്കും. അങ്ങനെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചോറ് വെച്ചതായാലും കറികൾ വെച്ചതായാലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി കഴുകാനുണ്ടായിരുന്നു. അതും കൂടി കഴുകി അങ്ങോട്ട് നീറ്റാക്കി. കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു, അത് മടക്കി. പിന്നെ അടിച്ചൊക്കെ വാരി പൊന്നൂസിനെ ആദ്യം കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തി. അവൾ അടങ്ങി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുത്തി. കുറച്ച് നേരം കൊച്ച് ബോൾ കളിയായിരുന്നു കേട്ടോ. വീടിൻ്റെ അകത്ത് തന്നെ ബോളൊക്കെ കളിയായിരുന്നു.
അങ്ങനെ ഇവക്കുട്ടിയുടെയും കുളി കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നോളും. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് ആദർശിന് പണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓട്ടോ ഓടാനായിട്ടാണ് കേട്ടോ പുള്ളി പോയത്. അങ്ങനെ ആദ്യം ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവക്കുട്ടി പുറത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ചുമ്മാ കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് സ്വൈര്യം കൊടുക്കണുണ്ടായിരുന്നില്ല. ഞാനും മുന്നൂസ് അങ്ങനെ മിണ്ടാറുന്നില്ല, അവിടെ പോകണം ഇവിടെ പോകണം ഞങ്ങൾ പറയാറില്ല. പക്ഷേ ഇവക്കുട്ടി അങ്ങനെയല്ല കേട്ടോ. വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ അവൾ പറയേണ്ടത് അവൾ പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് സന്ധ്യക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവക്കുട്ടിക്കും പൊന്നൂസിനും ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും നട്ട്സിൻ്റെ ഷെയ്ക്കാണ് പറയാറ്. ഞാൻ ഇത്തവണ മാറ്റി പിടിച്ചു, എനിക്ക് മാംഗോ ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മാംഗോ ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയണോ അതാണ് അവർക്ക്. നേരത്തെ കടയിൽ കയറി ഇന്ന് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവളുമാർ ഫുള്ളൊന്നും കുടിക്കൂല, ഞാനും ഫുള്ളൊന്നും കുടിക്കൂല. ആദർശ് മാത്രമേ ഫുള്ള് കുടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ചിട്ട് പോവും. എന്നിട്ട് ഓട്ടോയിലിരുന്നോ വീട്ടിൽ പോയോ അതാകുമ്പോൾ ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുടിക്കാം. ഇനിയിപ്പോൾ ബാക്കി വന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസവും കുടിക്കാം. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ടൊക്കെ കുടിക്കാമല്ലോ. ഇതിപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ ഓ ദൈവമേ പെട്ടെന്ന് കുടിച്ച് തീർക്ക് നമ്മൾ വായി പിടിച്ച് കുടിക്കേണ്ടി വരും. അത് നല്ലത് വീട്ടിൽ പോയിട്ട് കുടിക്കണമാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കുടിക്കാം. അങ്ങനെ പൊന്നൂസിന് അപ്പോഴടുത്ത് ഇരുന്ന് ഷെയ്ക്ക് നോക്കിയിരുന്ന് മടുത്ത്. എന്നിട്ട് കൊച്ചു എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഹോട്ടലിൽ ഇരിക്കണമായിരുന്നു, ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. അങ്ങനെ ആദർശ് ഷെയ്ക്കായിട്ട് വന്നു, 4 മാംഗോ ഷെയ്ക്ക്. പിള്ളേർക്ക് ഞാൻ ഹോട്ടലിൽ വെച്ച് അങ്ങോട്ട് തുറന്നു കൊടുത്തായിരുന്നു, ഞാനും കുടിച്ചായിരുന്നു. ഒരു ഞായറാഴ്ചയായിട്ട് ഇങ്ങനെ രാത്രിയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി, അവർ ഹാപ്പിയാണ്. അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് തന്നെ പോകണം ഇന്ന സാധനം തന്നെ മേടിച്ചു തന്നെന്നൊന്നും വാശി പിടിക്കണ പിള്ളേരല്ല. അപ്പോൾ അവർ പറയുമ്പോൾ ആദർശ് കൊണ്ടുപോകാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെയ്ക്കൊക്കെ മേടിച്ച് വരുന്ന വഴി നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയതാണ്. എന്നിട്ട് മഴ കുറഞ്ഞിട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോലല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോവുക, വിശപ്പുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.